എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വാനോ കിൻഡത്തിൽ ആ മഞ്ഞ് പെയ്യുന്ന ഗ്രാമം കാണിക്കുകയാണ്. അവിടെ ആനിമൽ കിൻഡം പൈററ്റ്സിന്റെ കിങ്ങും മുറിയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് അങ്ങനെ ഏറ്റുമുട്ടുകയാണ്. ഇവിടെ ഇങ്ങനെ യുദ്ധം പൊടി പൊടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഓടൻ അവനാണെങ്കിൽ നിർത്താതെ എല്ലാ ആഴ്ചയും ഡാൻസ് തുടർന്നുകൊണ്ടേയിരിക്കും. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വയസ്സായവരും എല്ലാവരും അവന്റെ കാലിൽ വീണ് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിർത്താതെ ഡാൻസ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചേഞ്ച് ആയതെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ ഹക്കുമ ഐലാൻഡിലും ഈ ഒരു ഇവരെത്തിയിരിക്കുകയാണ്. ഓടൻ അവൻ വളരെ മോശമാണെന്നും അവന് ബിസിനസ്സും ഇല്ല, അവൻ ഒറോച്ചിയുടെ ഒരു അടിമയാണെന്നൊക്കെ അവിടെ ഉള്ളവരെല്ലാവരും പരസ്പരം പറയും. കാര്യങ്ങളെല്ലാം അറിയും. ഓടനെ അവനും ഇപ്പോൾ ഓടനെ തള്ളി പറയാണ്. അവൻ ശരിക്കും ഒരു യൂസ്ലെസ് ആണ്. എന്റെ പ്രതീക്ഷകളെല്ലാം ഓടൻ തെറ്റിച്ചു. ഇതിനെക്കുറിച്ച് ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. അതേസമയം ഓടനാണെങ്കിൽ ക്യാറ്റിനോടും ഡോഗിനോടും പറയും, ഞാനിപ്പോഴും ഡൈമിയോ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരുപാട് അപമാനം ഉണ്ടാവും. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ വിട്ടുപോവാം. അതിന് അവരാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഇതിലും ഒരുപാട് കോമാളിത്തരം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിത് നേരിട്ട് കണ്ടവരാണ്. സോ ഒരു കാരണവശാലും എന്തൊക്കെ സാഹചര്യം വന്നാലും നിങ്ങളെ ഞങ്ങൾ വിട്ടു പോവില്ല. അത് കേൾക്കേണ്ട താമസം ഓടനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഇട്ട തുണി വലിച്ചൂരി എറിഞ്ഞ് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കിന്നിനും കാഞ്ചറോയ്ക്കും ഈ കാര്യങ്ങളെല്ലാം കണ്ട് കൺട്രോൾ പോവും. ഇവൻ ഇതുപോലെ ഭ്രാന്തനായതുകൊണ്ട് തന്നെ ഇവന്റെ മകനും ഇവനെ പോലെ ഭ്രാന്തനായിരിക്കും. ഓൾ കൊസുക്കി ക്ലാൻ മുഴുവനായിട്ടും ഇപ്പൊ ഭ്രാന്തന്മാരായി മാറി എന്ന് പറഞ്ഞ് അവർ ആ ക്ലാനിനെ പോലും കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അവന്റെ ഉള്ളിൽ ഒരുപാട് വിഷമവും. അവൻ ദൂരത്തായിട്ട് അങ്ങനെ മാറി നിൽക്കും. പക്ഷെ മൊമന്റോസ്കിയും അവന്റെ അനുജത്തിയും അവർ രണ്ടുപേരും ഓടനോട് പറയും, പപ്പ നിങ്ങളുടെ ഡാൻസ് അത് ശരിക്കും അടിപൊളിയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ടൊക്കിയും അവനോട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. സത്യത്തിൽ ഓടനെ സ്നേഹിക്കുന്ന കുറച്ചു പേര് എല്ലാം തന്നെ ഓടനെ തള്ളി പറയാതെ ഇപ്പോഴും ഓടനോടൊപ്പം തന്നെയുണ്ട്. അവനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടവും വിഷമവും സന്തോഷവും ഒക്കെ തന്നെ തോന്നും. ഓടനാണെങ്കിൽ യോഗറയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് ആണെങ്കിൽ ഓടനെ കാണേണ്ട താമസം അവനെ കളിയാക്കാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് കൺട്രോൾ പോയ യോഗറ അവനങ്ങനെ ചാടി വന്ന് അവരെ അടിച്ച് തെറിപ്പിച്ച് ഓടനെ അകത്തേക്ക് വിളിച്ചു കയറ്റി അവര് കോഫിയൊക്കെ കൊടുക്കും. സത്യത്തിൽ നിന്റെ ഡാൻസ് സൂപ്പറാണ്, ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കാതെ വളരെ സ്നേഹത്തോടു കൂടെ അവർ സംസാരിക്കും. വീണ്ടും വർഷങ്ങളോളം ഓടൻ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1 വർഷം 2 വർഷം 3 വർഷം ഡാൻസ് അങ്ങനെ മുൻപോട്ടേക്ക് പോകും. കിൻഡത്തിലുണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് അവന് വെറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കിന്നും കാഞ്ചറോയും അവരാണെങ്കിൽ അവന്റെ ഡാൻസ് അങ്ങനെ നോക്കി നിൽക്കും. അവർക്കും അത് കാണുമ്പോൾ ഒരുപാട് വിഷമം, ഓടനെ കുറിച്ച് ഓർത്ത് ഒരുപാട് അപമാനം. അങ്ങനെ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒറോച്ചി ആ ടീം അങ്ങനെ ഗ്രാമത്തിലൂടെ കടന്നു വരികയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ നൃത്തം അതങ്ങനെ ദൂരത്ത് നിന്ന് ഒറോച്ചി കാണേണ്ട താമസം ഓടനാണെങ്കിൽ അങ്ങനെ മുൻപിലേക്ക് വന്ന് തല താഴ്ത്തി നിൽക്കും. അതിനുശേഷം ഒറോച്ചി അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ഈ കുറി ഗ്രാമം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെയും എനിക്ക് കുറച്ച് ഫാക്ടറീസ് അത് സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഓടനാണെങ്കിൽ ഒറോച്ചിയോട് പറയും, നിങ്ങൾ പറഞ്ഞ 5 വർഷം അത് അവസാനിച്ചു. എനിക്ക് തന്ന ആ വാക്ക് അത് നീയും ഓടനും നിങ്ങളെ രണ്ടുപേരും പാലിക്കണമെന്ന് പറയും. ഒറോച്ചി ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഇത്ര വേഗം 5 വർഷമായോ? അതിരിക്കട്ടെ, എന്തു വാക്ക്? സത്യത്തിൽ നീ എന്താ പറയണേന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഓടൻ നോക്കി കളിയാക്കി ചിരിച്ച് അവനെ ആഞ്ഞ് ചവിട്ടുകയാണ്. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഫാക്ടറി അതിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നീ വേണം അതെല്ലാം നോക്കി നടത്താനായിട്ട്. ഇവിടെയുള്ള എല്ലാവരെയും രാവും പകലും ഇല്ലാതെ നീ ജോലി ചെയ്യിപ്പിക്കണം. ഇതൊരു ഫാക്ടറി ഹബ്ബാക്കി എനിക്ക് മാറ്റണം. ആ വോഹറോ അവനാണെങ്കിൽ ഒരെല്ല് കൂടുതലാണ്. സോ അവനെ ഞാൻ കൈഡോടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയും. ഓടനാണെങ്കിൽ ഉള്ളിലെ ദേഷ്യം അതങ്ങനെ കൂടി വരികയാണ്. അവനെ തന്നെ കൺട്രോൾ ചെയ്ത് വീണ്ടും ഒറോച്ചിയോട് സംസാരിക്കും. ഒറോച്ചി ആണെങ്കിൽ തീർത്തു പറയും, അവനെ ഞാൻ കൊല്ലും. നിന്നെ സപ്പോർട്ട് ചെയ്ത ഡൈമിയോ അവൻ മാത്രമാണ്. അവനോട് എന്റെ ചില കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവനാണെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ അവനെ കൈഡോടെ കയ്യിൽ ഏൽപ്പിച്ചു. യാഗുറയുടെ വൈഫിനെയും ഞങ്ങൾ ഇല്ലാതാക്കിയെന്ന് പറയും. അത് കേട്ട് ഓടനാണെങ്കിൽ ഡബിൾ ഷോക്കാവും. ഒറോച്ചി ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും, നിനക്ക് അവരെ നീ നന്നായിട്ട് വളർത്തണം. ഞാൻ ഏൽപ്പിച്ചു തരുന്ന ചുമതലകൾ അത് നീ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവനങ്ങനെ കടന്നു പോകും. ഓടനാണെങ്കിൽ പറയേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ നിസ്സഹായനായി അങ്ങനെ പൊട്ടിക്കരയാണ്. അവസാനമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത ഒരു കപ്പിളിനെയാണ് അവൻ ഇല്ലാതാക്കിയത്. ഓടന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ അവന് ചുറ്റും വന്ന് നിൽക്കും. അടുത്ത നിമിഷം അവൻ ടെററായിട്ട് ചാടി എഴുന്നേക്കും. ഇനി ഒന്നും നോക്കാനില്ല, ആദ്യം ആ കൈഡോയെ നമുക്ക് ഇല്ലാതാക്കണം, അതിനുശേഷം ഒറോച്ചിയെയും. അത് കേൾക്കേണ്ട താമസം അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർ ഇത്രയും ദിവസവും എന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ ടീമുമായി തയ്യാറാവും. ആദ്യം
ആ കൈഡോയെ അവനെ തകർത്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. സോ ഒരു ഗ്യാപ്പ് നോക്കി പ്ലാൻ ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പോൾ ആ ഒരു കാസ്റ്റിൽ ലക്ഷ്യമാക്കി പോവാണ്. ഓടനാണെങ്കിൽ യാസുവയ്ക്ക് ഒരു ലെറ്റർ അയക്കും. ആ ലെറ്റർ വായിച്ച യാസുക അവൻ ഷോക്കായി ഇപ്പോൾ അവൻ്റെ ഗ്രാമത്തിലുള്ളവരോട് യാത്ര പറഞ്ഞ് കുറി ഗ്രാമം അത് ലക്ഷ്യമാക്കി വരികയാണ്. അതേസമയം ഇവിടെ ടൊക്കിയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ഓടൻ തിരികെ വരുന്നതും കാത്തിരിക്കുകയാണ്. മൊമൻറ്റോസ്കിയും അവൻ്റെ അനുജത്തിയും അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുകയാണ്. അനുജത്തി ആണെങ്കിൽ അടി വന്ന് മൊമൻറ്റോസ്കിയെ അറഞ്ചം പുറഞ്ചം ഇട്ടിക്കും. കട്ട് ചെയ്ത ഇവിടെ ഓടൻ ആൻഡ് ടീം അവരാണെങ്കിൽ വലിയൊരു മൗണ്ടൈൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴായിരിക്കും അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അങ്ങനെ വലിയ വലിയ ആയുധങ്ങളൊക്കെ ആയിട്ട് നിരന്ന് നിൽക്കുന്നത് അവർ കാണുക. അത് മറ്റാരുടെയും സോൾജിയേഴ്സ് അല്ല, സാക്ഷാൽ കൈഡോയുടെ സോൾജിയേഴ്സ്. ആൾക്കാർക്കാണെങ്കിൽ അതൊരു ഭയങ്കര ട്വിസ്റ്റാണ്. കാരണം കൈഡോ അറിയാതെ നൈസായിട്ട് പ്ലാൻ ചെയ്ത് അവനെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അവരുടെ പ്ലാനുകളെല്ലാം തന്നെ നേരത്തെ മനസ്സിലാക്കിയ കൈഡോയും ഒറോച്ചിയും ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ചുറ്റും നോക്കും, ഒരുപാട് സോൾജിയേഴ്സ് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മൗണ്ടൈനെ ചുറ്റി ഒരു വലിയ ഡ്രാഗണായി മാറി കൈഡോ അങ്ങനെ നിൽക്കും. ഓടനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. അവന് ദേഷ്യവും അവൻ്റെ ഹാർട്ട് ബീറ്റും ഒക്കെ കൂടി അങ്ങനെ നിൽക്കുകയാണ്. ഓടനാണെങ്കിൽ കൈഡോയോട് പറയും, 5 വർഷങ്ങൾക്ക് മുൻപ് നീ ഒറോച്ചിയും ചേർന്ന് എനിക്ക് തന്ന വാക്ക് അത് നിങ്ങൾ തെറ്റിച്ചു അല്ലേ? അതിന് കൈഡോ പറയും, അതെ, ഞങ്ങൾ വാക്ക് കൊടുക്കും, തോന്നുമ്പോൾ തെറ്റിക്കും, അത് ഞങ്ങളുടെ ഇഷ്ടം. ആക്ച്വലി മുൻപ് തന്നെ കിൻ ഓടനോട് ഇവനെക്കുറിച്ച് പറഞ്ഞതാണ്. ഒറോച്ചിയും കൈഡോയും അവർ രണ്ടുപേരും കിന് വിലയില്ലാത്തവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണ്. അവർ വാക്ക് തരും, അതിനുശേഷം അത് ഈസി ആയിട്ട് തെറ്റിക്കും. ഇതിൽ 5 വർഷങ്ങൾക്ക് മുൻപ് മാൻഷനിൽ വെച്ച ഒറോച്ചിയും കൈഡോയും ഓടനെ ഭീഷണിപ്പെടുത്തി, നീ ഞങ്ങൾക്കെതിരായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ഒന്നൊന്നായിട്ട് ഞങ്ങൾ ഇല്ലാതാക്കും. 5 വർഷം നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു വിഡ്ഢിയെപ്പോലെ ഇവിടെ ഡാൻസ് ചെയ്യണം. ആ കാര്യങ്ങൾ കേട്ട് ഓടൻ അവനാണെങ്കിൽ വേറെ വഴിയില്ലാതെ ജനങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി മാത്രമാണ് നിർത്താതെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നത്. അന്ന് ആ പോയിസൺ അമ്പുകൾ അതുപയോഗിച്ച് ഒരുപാട് പേരെ കൊന്നുകളഞ്ഞ് ഓടന് അവരൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കൂ. അവരൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്നാണ് അവൻ ഇപ്രകാരം സ്വന്തം നിലയും വിലയും ഒക്കെ മറന്ന് പോലെ കോമാളിയെ പോലെ അവൻ്റെ ഡ്രസ്സൊക്കെ അയച്ചു കളഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നത്. ആക്ച്വലി ഓടൻ കണ്ട പൈററ്റ്സ് ആയിട്ടുള്ള റോജറും വൈൻപിയേഡും അവരാണെങ്കിൽ പറഞ്ഞ വാക്ക് അത് പാലിക്കാറുണ്ട്. പക്ഷെ ഇവർ അവരുടെ വാക്ക് അത് തെറ്റിച്ചിരിക്കുകയാണ്. 5 വർഷം ആ 5 വർഷം ഒറോച്ചിയും ഓടനും അവിടെയുള്ള ജനങ്ങൾ ആരെയും തന്നെ ഉപദ്രവിച്ചിരുന്നില്ല. സോ കൂടുതലായിട്ട് ഓടൻ അവരെ വിശ്വസിച്ചു. അവർ കൊടുത്ത വാക്ക് അത് പാലിക്കുമെന്ന് കരുതി. അതുകൊണ്ടാണ് അവൻ ഇത്രയും കാലവും ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നത്. സത്യത്തിൽ ഒറോച്ചിയുടെ ഓടനെയും പ്ലാൻ അത് മറ്റൊന്നായിരുന്നു. ജനങ്ങളെല്ലാം ഓടനെതിരായിട്ട് തിരിക്കുക. അവൻ ഇതുപോലെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ കോമാളി കളിക്കുമ്പോൾ ചുറ്റുമുള്ള ജനങ്ങളെല്ലാം അവനെ കുറ്റപ്പെടുത്തും, അവനെതിരായിട്ട് തിരിയും, ആരും അവനെ സപ്പോർട്ട് ചെയ്യില്ല. അതിനുവേണ്ടിയാണ് ഒറോച്ചി ഇത് ചെയ്തത്. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്തും മനസ്സിലാക്കിയും അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ആ വില്ലന്മാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ അവന്റെ ഫുൾ പവറും റിലീസ് ചെയ്ത് അവന്റെ സ്ക്വാഡുകളിലേക്ക് പവർ കൊണ്ടുവന്ന് അങ്ങനെ ഓടി അടുക്കുകയാണ്. അവനങ്ങനെ മുൻപോട്ടേക്ക് വരെ ചുറ്റുമുണ്ടായിരുന്നവരെ എല്ലാവരെയും വെട്ടിയെറിയും. അതിനോടൊപ്പം തന്നെ അവന്റെ അസിസ്റ്റൻസും കളത്തിലേക്ക് ഇറങ്ങി അവരും ഇപ്പൊ ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പിന്നെ അഷുറ ടോജി, കൗമട്സു അങ്ങനെ എല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്ത് അങ്ങനെ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ റൈസോ ആണെങ്കിൽ ഒരു നിഞ്ചയാണ്. അതുകൊണ്ട് തന്നെ അവന് ചില സ്പെഷ്യൽ എബിലിറ്റി ഒക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡെഞ്ചറോ ആണെങ്കിൽ അവന്റെ ഫുൾ ഫോമിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ക്യാറ്റ് വൈപ്പറും ഡോക്കിങ്ങും അവർ രണ്ടുപേരും നിർത്താതെ ഒരു കൂട്ടം ആൾക്കാരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. അവരാണെങ്കിൽ ഫൈറ്റ് നിർത്താതെ നല്ല ഫോഴ്സിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ഓടന്റെ കണ്ണിലാണെങ്കിൽ ഇത്രയും കാലവും അവൻ സഹിച്ച അപമാനവും വെറുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അങ്ങനെ നിഴങ്ങലിച്ച് വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ മൊമൻറ്റോസ്കിയും അവൻ്റെ സിസ്റ്ററും അവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും യാസുകി അവിടേക്ക് എത്തുക. ആ ഒരു ലെറ്റർ കിട്ടിയ പ്രകാരം അവനാണെങ്കിൽ അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. യാസുകി ആണെങ്കിൽ ടോക്കിക്ക് ആ ലെറ്റർ കാണിച്ചു കൊടുക്കും. അതിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഒരു വലിയ യുദ്ധം നയിക്കാനായിട്ട് കൈഡോയുടെ അടുത്തേക്ക് പോവാണ്. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും അവര് അവിടെ തനിച്ചാണ്. ഒറോച്ചി എന്ത് ചെയ്യാനും മടിക്കില്ല. സോ തീർച്ചയായിട്ടും നീ അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നായിരിക്കും. ഇവിടെ മൊമൻറ്റോസ്കിയുടെ അനുജത്തി അവൾ ചാടി വന്ന് മൊമൻറ്റോസ്കിയെ ചവിട്ടി താഴെ ഇടുകയാണ്. ഹിയോരി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഓടി നടക്കും. അതേസമയം ടൊക്കി അവളാണെങ്കിൽ ഓടനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.